സുധീഷും നിധിയും ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷാണെങ്കിൽ ഓരോ തള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിധി പറയും, ഒന്ന് നിർത്തുമോ, കുറേ നേരമല്ലേ ഈ തള്ളു തുടങ്ങിയിട്ട്. സുധി പറയും, എന്നെപ്പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയാനാ. നിധി ചോദിക്കും, ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറയുമ്പോൾ നാണക്കേടൊന്നും തോന്നുന്നില്ലേ. സുധി പറയും, ആദ്യം തോന്നും, പിന്നെ അത് ശീലമായിക്കോളും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിധി പറയും, പറഞ്ഞോ. അവിടെ ജോലിക്ക് വരുന്നവർ പല രീതിയിൽപ്പെട്ടവരായിരിക്കും. എല്ലാവരോടും നോക്കിയും കണ്ടൊക്കെ നിൽക്കണം, ആരുടെ അപ്രീതി പിടിച്ചു പറ്റത്. നിധി പറയും, ഓക്കെ ബൂമറങ്ങളെ. ബൂമറങ്ങളോ, അതെന്തോന്ന്? അല്ല, ഈ പ്രായത്തിലൂടെ ഉപദേശം കേട്ടിട്ട് പറഞ്ഞാ. സുധി മിണ്ടാതിരിക്കുമ്പോൾ നിധിക്കും, എന്താ ഒന്നും മിണ്ടാത്തത്? സുധി പറയും, എന്തെങ്കിലും പറഞ്ഞാൽ തള്ളൽ, അല്ലെങ്കിൽ ബൂമറങ്ങൾ, അതിന് സംസാരിക്കാതിരിക്കണം. സുധീഷ് വണ്ടി നിർത്തിയിട്ട് പറയും, എനിക്കൊരു കാര്യം തരാനുണ്ടായിരുന്നു, ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു തന്നോ. ഇമാതിരി കമൻ്റൊന്നും അടിച്ച് എന്നെ കളിയാക്കരുത്. നിധി പറയും, സുധീഷിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്, സ്ട്രൈറ്റ് പോയിൻറ്റിന് പകരം ഇങ്ങനെ വളച്ചൊടിച്ച് പറയും. സുധി കാർന്നൊരു ഗിഫ്റ്റ് എടുക്കുമ്പോൾ നിധി ചോദിക്കും, ഇതെന്താ? ഇത് രണ്ടും ഉണ്ടപ്പൊരി ഒരു സുഖീനും. എൻ്റെ നിധി, ഇത് കണ്ടറിഞ്ഞൂടെ, ജോലി കിട്ടിയപ്പോൾ ഉള്ള ചെറിയൊരു ഗിഫ്റ്റാണ്. നിധി അത് നോക്കുമ്പോൾ ഒരു വാച്ചാണ്. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഭഗവാനെ ഇഷ്ടമാവണേ, പഴയ പോലെ തിരിച്ചു തരില്ലായിരിക്കും. ആ, തന്നാൽ തന്നെ തിരിച്ചു കൊടുത്ത് കാശ് മേടിക്കാം. നിധിക്കത് കാണുമ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടമാവും. നിധി പറയും, ഹായ് നന്നായിട്ടുണ്ട്. സുധിക്കും ഇഷ്ടമായോ? നിധി അറിയാം, ആ ഇഷ്ടമായി. ഞാൻ ഇത് ഇപ്പം തന്നെ ഒന്ന് കെട്ടി നോക്കട്ടെ. നിധി കയ്യിലുള്ള വാച്ച് അഴിച്ചു വെച്ചിട്ട് ഇത് കെട്ടാണ്. സുധി അറിയും, ഒന്ന് പുകഴ്ത്തി പറഞ്ഞാലോ. സുധി പറയാൻ തുടങ്ങും, പിന്നെ തോന്നും അങ്ങനെ പറഞ്ഞാൽ നിധിക്ക് അത് ഇഷ്ടാവില്ല, നിധി അത് കളിയാക്കുമെന്ന്. നിധിക്ക് എന്താ? സുധി, ഒന്നുമില്ല, ആ വാച്ച് കയ്യിൽ ചേരുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പം മാറി. അവർ ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ നിധി പറയും, അതെ, ഇനി പഴയ പോലെ ഇവിടെ കറങ്ങി നിൽക്കണ്ട, ഞാൻ ഇൻ്റർവ്യൂവിനല്ല പോകുന്നത്, ജോലിക്ക്. ഇറങ്ങുമ്പോൾ വൈകുന്നേരമാകും, പോയിട്ട് അവനവൻ്റെ ജോലി ചെയ്തോ. സുധി പറയും, ഉത്തരവ് മാഡം. നിധി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നിധിയെ വെൽക്കം ചെയ്യും. നിധിയോട് പറയും, ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നിധി വയ്ക്കും, എന്താ? നിധിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ നിധിക്ക് മുറിക്കാൻ ഒരു കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. പുതിയ ഡയറക്ടറും അങ്ങോട്ട് വരും. പുള്ളി നല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിധിയോട് സംസാരിക്കും. നിധി കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞ് സീറ്റിൽ വന്നിരിക്കുകയാണ്. ലാപ്പിൽ ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് വിളിക്കും. നികേഷിനോട് പറയും, എടാ, ഇവിടെ എൻ്റെ ഫസ്റ്റ് ഡേ പ്രമാണിച്ച് കേക്കൊക്കെ മുറിച്ചു, പിന്നെ എല്ലാവരും എൻ്റെ പ്രായത്തിലുള്ളവരാ. ആ കോള് കഴിയുന്ന സമയം തന്നെ സുഭാഷും അങ്ങോട്ട് വിളിക്കും. സുഭാഷ് വയ്ക്കും, ബുദ്ധിമുട്ടായോ മോളെ? അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചതാ. നിധി വരും, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നിധി കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് അങ്ങോട്ട് വിളിക്കുകയാണ്. സുധീഷിനോട് നിധി വരും, എന്നെ കൂട്ടാനൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. സുധി പറയും, ആദ്യമായിട്ട് പോകുന്നതല്ലേ, ഇന്നോടെ വേണമെങ്കിൽ ഞാൻ വരാം, നാളെ തൊട്ട് നിധി ഒറ്റയ്ക്ക് വന്നോ. നിധി വരും, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോന്നോളാം. കോള് കഴിയുമ്പോൾ കൂടെയുള്ള സ്റ്റാഫ് വയ്ക്കും, ഒറ്റ മോളാണല്ലേ, വീട്ടിലെ ചെല്ലക്കുട്ടി, ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നതുകൊണ്ട് ചോദിച്ചതാ. നിധി അറിയാം, അതെ. ഇവിടെ എവിടെ താമസം? ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? നിധി പറയും, ഇല്ല. ആ സ്റ്റാഫ് കുറേ സംസാരിക്കുകയാണ്. നിധിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിധിയുടെ മനസ്സ് മുഴുവൻ കല്യാണം കഴിഞ്ഞ കാര്യമാണ്. നിധി പറയും, അല്ലെങ്കിലും എനിക്ക് നടന്ന് കല്യാണമൊന്നുമല്ലല്ലോ, പിന്നെ ഞാനെന്തിനാ അതിനെപ്പറ്റി പറയണം. ആ സ്റ്റാഫും നിധിയും കൂടി ജോലി കഴിഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ ഒരു സ്ത്രീയായിട്ട് കൂട്ടിമുട്ടുകയാണ്. നിധി നിലത്ത് വീണ സാധനം എടുത്തു കൊടുക്കും. മുഖത്തേക്ക് നോക്കുമ്പോൾ എവിടെയോ കണ്ട പോലെ തോന്നും, അത് നികേഷിൻ്റെ അമ്മയായിരിക്കും. പക്ഷേ നിധിക്ക് മനസ്സിലാവുന്നില്ല. നിധി നടക്കുമ്പോൾ സ്റ്റാഫ് എന്തൊക്കെയോ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ചോദിക്കും, ഞാൻ പറയുന്നതൊന്നും നിധി കേൾക്കുന്നില്ലേ? നിധി ഒരു സോറി, ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, അവരെക്കുറിച്ച് ആലോചിക്കായിരുന്നു, അവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നിധി ബസ് ഇറങ്ങുമ്പോൾ നികേഷ് ബസ് സ്റ്റോപ്പിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. നിധി നികേഷിനെ കാണാതെ നടന്നു പോവുകയാണ്. നികേഷ് പിറകെ വന്ന് ഇടത്തിന്ന് വിളിക്കും, എന്നെ കണ്ടില്ലേ? നിധി പറയും, ഇല്ലടാ, ഞാൻ കണ്ടില്ല, ഞാനിന്നൊരു ലേഡിയെ കണ്ടു, അവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ഓർമ്മ കിട്ടിയില്ല. നികേഷ് കോളേജിലെ ഫിലിം ക്ലബ്ബ് തുടങ്ങി അതിൻ്റെ സെക്രട്ടറിയായിട്ട് അവനെ തിരഞ്ഞെടുത്തതെന്നൊക്കെ കഥ പറയാണ്. നിധി അപ്പോഴും ആ മുഖം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധിക്ക് പെട്ടെന്ന് അന്ന് ഫോട്ടോ നോക്കിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നിധി നികേഷിൻ്റെ മുഖത്തേക്ക് ഒരാശ്ചര്യത്തോടെ